ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സാസ്കെ റോയിൽ കറക്കാൻ വേണ്ടി വന്നേക്കുണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 100 ഡയമണ്ടിന് നേരത്തെ ഒന്ന് കറക്കാണ്ടായിരുന്നു, പിന്നെ ഒരു സ്പ്രീ സ്പിന്നും പിന്നെ 20ൻ്റെ 5 പ്രാവശ്യം കറക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒക്കെ നമ്മളിപ്പോൾ ഒരു 200 കൊണ്ട് ഡയറക്റ്റ് കൊണ്ട് കറക്കി ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ കട്ടാന കിട്ടി ഗൈസ്. ഓക്കെ, ടോക്കൺസ് ഒക്കെ ഷോക്കാണ്, പക്ഷേ നമുക്ക് എന്തായാലും ഒരു മെയിൻ റിവാർഡ് ഗൈസ് കട്ടാന തന്നെ അടിച്ചേക്കുന്നത് ഗൈസ്. അത് 400 ഡയമണ്ടിൽ ഗൈസ്. സീരിയസ്ലി ഞാൻ പറയണേ, ആദ്യത്തെ ഒരു 200 ഡയമണ്ടിന് കറക്കിയത് ഞാൻ സ്ക്രീൻ റെക്കോർഡർ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഓക്കെ, വയസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കട്ടാൻ വയസ് 400 ഇത് ഓവർ വർത്താണ് കൈസ്. ഓക്കെ, പക്ക ലാഭം, മുതു ലാഭമാണ് കൈസ്, മുതു ലാഭം. കട്ടാനെന്ന് പറയുമ്പോൾ തന്നെ 2 ഇതൊക്കെ ഉണ്ട്. അത് സ്കിൽ എഫക്റ്റ് ഉണ്ട്, എലിമിനേഷൻ എഫക്റ്റ് ഉണ്ട്, ഫിനിഷ് എഫക്റ്റ് ഉണ്ട് കൈസ്. ഓക്കെ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കൈസ്. പിന്നെ നമുക്ക് നോക്കിയാൽ നമുക്കൊന്ന് ട്രെയിനിങ് വല്ലതും പോയി നോക്കാം കൈസ്. ഓക്കെ വൈസ് പറയാൻ പറ്റില്ല കൈസ്. ഓക്കെ, അത്രയും ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 400 ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്കി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ വൈസ് നിങ്ങൾ കറക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുക, ആ സെറ്റിങ്സിൽ പോയിട്ട് ക്ലിയർ ക്യാച്ച് അങ്ങോട്ട് കൊടുക്കുക കൈസ്. ഓക്കെ, ക്ലിയർ ക്യാച്ച് കൊടുത്തിട്ട് ഒരു 10x ലക്ക് മറ്റേ വെപ്പൺ റോയിലും ഗോൾഡ് റോയിലും കറക്കുക വൈസ്. അപ്പോൾ നിങ്ങളുടെ ലക്ക് കുറച്ച് അങ്ങോട്ട് ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് അതിനകത്ത് കിട്ടൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കറക്കുക വൈസ്. ഓക്കെ, അതിനകത്ത് എങ്ങനെ മെയിൻ പ്രൈസ് അടിച്ചാൽ നിങ്ങളുടെ ലക്ക് ഫുള്ള് റീസെറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സെറ്റിങ്സിൽ പോയിട്ട് മറ്റേ ക്ലിയർ ക്യാച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ക് കൂടാനുള്ള ഗൈസ്. അത് പണ്ട് മുതൽ ഓൾഡ് പ്ലേയേഴ്സ് എപ്പോഴും ചെയ്യണ ഒരു ബഗ് ട്രിക്കാണ് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും ഇൻ ഗെയിമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കളറല്ല ഫോം അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുക ഗൈസ്. ഇത് സാസ്കേൻ്റെ ലൈറ്റ്നിങ് ഫോം, അതായത് ചിഡോറി വാൾ വെച്ച് യൂസ് ചെയ്യുന്ന ഫോമും. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാത്തറസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഗൈസ്. അത് നിങ്ങൾ നറൂട്ടോ ആനിമി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ആനിമയൊക്കെ കാണുന്ന ആളാണ്. സോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചിട്ട് ഇത് ആമാത്തറസ് അതൊരു കിടിലൻ സാധനമാണ് ഗൈസ്. ഓക്കെ, അറ്റാച്ച്ഡ് ചെയ്യുന്നത് നമ്മുടെ സാസ്കേക്ക് ഇംപ്ലാന്റേഷൻ വഴി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എനിമി ഫാൻസിനെ അറിയാൻ പറ്റും ഗൈസ്. ഓക്കെ, നിങ്ങൾപ്പോൾ എഫക്റ്റ് കണ്ടല്ലോ ഗൈസ്, ആ ഫിനിഷ് അല്ല സ്കിൽ എഫക്റ്റ്, അതായത് ചത്ത കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടൊരു CS പോയി നോക്കിയിരുന്നു. അപ്പം നമ്മൾ കയ്യിൽ കട്ടാനില്ലെങ്കിൽ നമ്മുടെ പിസ്റ്റ് വെച്ചാണ് നമ്മൾ ഫിനിഷ്, അവിടെ ഒരു ചിഹ്നം പരിപാടി ഗൈസ് പുതിയത്. അങ്ങനെ ഫിനിഷ് ചെയ്താലും ഗൈസ് നിങ്ങൾക്ക് ഈ കട്ടാന വെച്ച് വെട്ടണ ഒരു ആനിമേഷൻ ഉണ്ട് ഗൈസ്. ഓക്കെ, അത് കിട്ടില്ല ആനിമേഷനാണ്. അതായത് 400 ഡയമണ്ടിന് ഓവർ വെർത്ത് ഗൈസ്. ഒക്കെ മുതൽ അഭിനയിച്ചു. പിന്നെയും പറയാം, നിങ്ങളൊന്ന് ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വൗച്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് 5 വൗച്ചർ കിട്ടുന്നുണ്ട് സാസ്കേടെ കറക്കാനായിട്ട്. നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരമാവധി നിങ്ങൾ അത് യൂസ് ചെയ്ത് കറക്കുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ലൈറ്റ്നിങ് വെച്ച് ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് എഫക്റ്റ്, അതായത് ഒരു OP കട്ടാന ഗൈസ്. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ കട്ടാനയുടെ ചരിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കട്ടാന സ്കിന്നാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ ഒരു 2 വീക്കിലും കൂടി എടുത്തിട്ട് സാസ്കെ ബണ്ടിലും കൂടി എടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നടക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അത് പാർട്ട് 2 ആയിട്ട് വരുന്നതായിക്കോളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ലവ് യു, ടേക്ക് കെയർ.